പ്രൈവറ്റ് ജെറ്റും പ്രൈവറ്റ് എയർപോർട്ടും എന്താണ് അതെന്നല്ലേ? നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ദുബായിൽ ബ്രിഡ്ജുൽ അറബിൽ വന്നിട്ട് ഇറങ്ങിയ ഫ്ലൈറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ വന്നിട്ട് ഇറങ്ങുന്ന പ്രൈവറ്റ് ജെറ്റ്. ഇതേപോലെ തന്നെ യു എസിൽ പല സ്ഥലങ്ങളിലും വലിയ സ്ഥലങ്ങളിൽ സാധാരണക്കാരല്ലാത്ത ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രൈവറ്റ് ജെറ്റും പ്രൈവറ്റ് എയർപോർട്ടും ഉണ്ട്. ആ സിസ്റ്റം ജനകീയമാകാൻ പോവുകയാണ്, എല്ലാ രാജ്യങ്ങളിലേക്കും വരാൻ പോവുകയാണ്. ആ ടെക്നോളജി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ലൈറ്റിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രൈവറ്റ് ജെറ്റാണ്. ജെറ്റ് എന്നാണ് പറയുക, ഇതിന് ഫ്ലൈറ്റ് എന്ന് പറയാറില്ല. ഇത് സാധാരണ രണ്ട് പേർക്ക് യൂസ് ചെയ്യാനുള്ള, നമ്മൾ സാധാരണ കാറ് വാങ്ങാവുന്ന പൈസക്ക് കാറ് വാങ്ങുന്നത് പോലെ തന്നെ ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന കാഴ്ചകളാണ് കേട്ടോ നമ്മൾ കാണുന്നത്. അപ്പോൾ ഡ്രോണിൻ്റെ കാലങ്ങൾ വരുമ്പം നമ്മൾ ഇതേപോലെ പ്രൈവറ്റ് ജെറ്റ് കൂടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള കുറഞ്ഞ സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. നമ്മൾ വലിയ വില്ലകളിലൊക്കെ താമസിക്കുമ്പോൾ ആ ഏരിയയിൽ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ റൺവേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ പ്രൈവറ്റ് ജെറ്റിൻ്റെ വിലയാണ് പ്രത്യേകത. ഈ ഷോറൂമിൽ വിൽക്കാൻ വെച്ച രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ വലിയ കാറുകളൊക്കെ വിൽക്കുന്ന ഷോറൂം പോലെ തന്നെയാണ് ഈ പ്രൈവറ്റ് ജെറ്റും നമുക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വന്ന് വാങ്ങിക്കാൻ പറ്റും. 2 കോടി രൂപ ഇന്ത്യൻ്റെ പൈസക്ക് സ്റ്റാർട്ടിങ്ങിലെ വില തന്നെ ഇപ്പോൾ ചൈനയിൽ നമ്മൾ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി ഇത് നാട്ടുകളിലേക്ക് എത്തുമ്പോൾ 1 കോടി 2 കോടിയുടെ ഉള്ളിലുള്ള പ്രൈസും. അപ്പം ബ്രിഡ്ജിൽ അറബ് പോലത്തെ ആ സ്ഥലത്ത് ഒരു ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സ്ഥലത്ത് വന്ന് ഇത് ലാൻഡ് ചെയ്യാനും പുറപ്പെടാനും കഴിയും എന്നതുകൊണ്ട് തന്നെ ഇത് ജനകീയമാകാൻ പോവുകയാണ്. ചൈനനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 6 മാസം കൊണ്ട് തന്നെ ഇതുപോലത്തെ സെക്ടറുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഷോറൂമിൽ ഇത് വിൽക്കാനും വെച്ചിരിക്കുന്നത് കേട്ടോ.